Class 6 English Onam Exam Model Question Paper. Hi, welcome to online class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6th ക്ലാസ് ഇംഗ്ലീഷ് മോഡൽ എക്സാം ഒരു മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്കറിയാം നമുക്ക് 6 ആക്ടിവിറ്റീസ് ആണ് ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കോംപ്രിഹെൻഷൻ ആണ്. അപ്പോൾ ഒരു പാസേജ് തരും, അതിൽ നിന്ന് ഒരു 5 ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ പാസേജിൽ തന്നെ മിക്കവാറും ആ ചോദ്യത്തിൻ്റെ ആൻസർ ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് അത് വായിക്കേ വേണ്ടൂ. നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ ആ 5 മാർക്കും നമുക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ആക്ടിവിറ്റി തന്നെ A+ ഉറപ്പാണ്. നമ്മൾ ജസ്റ്റ് നല്ലവണ്ണം വായിക്കുക. കൂൾ ഓഫ് ടൈം നമുക്ക് 15 മിനിറ്റ് ഉണ്ട്. ഈ 15 മിനിറ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാർക്ക് നേടാവുന്നതേ ഉള്ളൂ. കാരണം കോംപ്രിഹെൻഷനൊക്കെ അതിലെ ആൻസർ അതിൽ തന്നെ ഉണ്ടാവും. പിന്നെ നമുക്ക് എന്തെങ്കിലും ക്യാരക്ടർ സ്കെച്ചൊക്കെ എഴുതാൻ തരുമ്പോൾ അതിൻ്റെ ഹിൻസ് തന്നെ ഉണ്ടാവും. ജസ്റ്റ് നമ്മൾ അതിനെ ഒന്ന് നല്ല സെൻറ്റൻസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ ഓൺലൈൻ ക്ലാസ് എന്ന ചാനൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് കമൻറ്റ് പ്ലീസ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നമ്മൾ നെയിംസ് ആൻഡ് നെയിംസിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. കുഞ്ഞിച്ചിരിത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻ Kunnichirida had come across many Indians on the street. She had a pleasant surprise when she met Prakash. അപ്പോൾ എല്ലാവരും മീറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ. പക്ഷേ പ്രകാശിനെ മീറ്റ് ചെയ്തപ്പോൾ ഒരു ഭയങ്കര സന്തോഷം തോന്നി, സർപ്രൈസ് ആയി. പ്രകാശ് റാൻ എ കൺഫെക്ഷണറി നിയർ ഹെർ സ്കൂൾ. സ്കൂളിൻ്റെ അടുത്ത് ഒരു മിഠായി കട, ഒരു സ്വീറ്റ് ഷോപ്പ് നടത്തുകയാണ്. കുഞ്ഞിച്ചിരിത തോട്ട് ഹി ലുക്ക്ഡ് റിമാർക്കബിളി ലൈക്ക് ഹെർ അങ്കിൾ. അവളുടെ അങ്കിളിനെ പോലെ തന്നെയുണ്ട്. അങ്കിളിന്റെ പേരാണ് ഹാരിഷ്. ഒൺലി പ്രകാശ് ലുക്ക്ഡ് എ ലോട്ട് ഓൾഡർ, almost as old as മുത്തശ്ശൻ. He had gazed curiously at her the first time she brought some candy from the store. അപ്പോൾ ഒരു മിഠായി എന്താ മേടിച്ചപ്പോൾ ക്യൂരിയസ്ലി അവളെ നോക്കി നിന്നു. ഓൾ ഹെർ ക്ലാസ്മേറ്റ് കോൾഡ് ഹിം മിസ്റ്റർ പ്രകാശ്. എല്ലാ ക്ലാസ്മേറ്റ്സും അവളെ പിന്നെ പ്രകാശിനെ വിളിച്ചിരുന്നത് എന്തായിരുന്നു? മിസ്റ്റർ പ്രകാശ് എന്നായിരുന്നു. കുഞ്ഞിച്ചിരിത തോട്ട് ഇറ്റ് റൂഡ്. കുഞ്ഞിച്ചിരിതക്ക് അത് വളരെ റൂഡായിട്ട്, ക്രൂരമായി തോന്നി. ബാക്ക് ഹോം ഇൻ കേരള ഷീ വുഡ് ഹാവ് കോൾഡ് ഹിം പ്രകാശ് അങ്കിൾ. കേരളത്തിലാണെങ്കിൽ പ്രകാശ് അങ്കിൾ എന്ന് വിളിക്കുമായിരുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ പാസേജ് ഒന്ന് വായിച്ചു നോക്കി നമ്മൾക്കിനി ഇതുമായി ബന്ധപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് നോക്കാം. വേർ ഡിഡ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. വേർ ഡിഡ് പ്രകാശ് റൺ ഹിസ് കൺഫെക്ഷണറി ഷോപ്പ്. പ്രകാശ് എവിടെയായിരുന്നു മിഠായി കട നടത്തിയിരുന്നത്? നിയർ ദ ഗേറ്റ്, നിയർ ഹെർ സ്കൂൾ, ഇൻ കേരള, നിയർ ദ പാർക്ക്. അപ്പൊ അതിന്റെ ആൻസർ അവിടെ തന്നെ ഉണ്ടല്ലേ. നിയർ ഹെർ സ്കൂൾ, അവളുടെ സ്കൂളിന് സമീപമാണ് പ്രകാശ് ഷോപ്പ് നടത്തിയിരുന്നത്. ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് എ ഷോപ്പ് ദാറ്റ് സെൽ സ്വീറ്റ്സ് ആൻഡ് ചോക്ലേറ്റ്. സ്വീറ്റ്സും ചോക്ലേറ്റും വിൽക്കുന്ന ഷോപ്പിന് പറയുന്ന പേരെന്ത്? നമ്മൾ എന്താ പറഞ്ഞത്? അത് കൺഫെക്ഷണറി ഷോപ്പ് എന്നാണ് അതിന് പറയാ. അതിന്റെ കൺഫെക്ഷണറി എന്ന് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് അതിന്റെ ആൻസർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ എഴുതുക. നെക്സ്റ്റ്, റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. Prakash uncle looked remarkably like Kunnichirida's uncle Harish. Kunnichirida's classmate in New Jersey called him Prakash uncle. Which of the option given below is correct? രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? പ്രകാശ് അങ്കിള് ലുക്ക്ഡ് റിമാർക്കബിളി ലൈക്ക് കുഞ്ഞിച്ചിരിദാസ് അങ്കിൾ ഹാരിഷ്. അവളുടെ അങ്കിളായ ഹാരിഷിനെ പോലെ തന്നെ തോന്നി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കുഞ്ഞിച്ചിരിദാസ് ക്ലാസ്മേറ്റ് ഇൻ ന്യൂജേഴ്സി കോൾഡ് ഹിം പ്രകാശ് അങ്കിൾ. കുഞ്ഞിച്ചിരിതയുടെ ക്ലാസ്മേറ്റ് ഒക്കെ പ്രകാശ് അങ്കിളിനെ പ്രകാശ് അങ്കിൾ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ആണോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല, മിസ്റ്റർ പ്രകാശ് എന്നായിരുന്നു എല്ലാവരും വിളിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഓപ്ഷൻ ഗിവൺ ബിലോ ഈസ് കറക്റ്റ്. അപ്പൊ ഇതിൽ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ബോത്ത് 1 and 2 are correct. Statement 1 is correct and second is incorrect. Both 1 and 2 are incorrect. Statement 1 is incorrect. Statement 2 is correct. അപ്പൊ ഇതിന് നമുക്ക് ശരിയായത് ഏതാണ്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ആ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ നമ്മൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഹു വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഔട്ട്സൈഡ്
her family to pronounce കുഞ്ഞിച്ചിരുതാസ് നെയിം പെർഫെക്റ്റ്ലി. ന്യൂ ജേഴ്സിയിൽ കുഞ്ഞിച്ചിരുതയുടെ പേര് അവളുടെ ഫാമിലിക്ക് പുറത്തുനിന്ന്, ഫാമിലിയിലുള്ള ആൾക്കാരെല്ലാവരും കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യും. ഫാമിലിക്ക് പുറത്തു നിന്ന് ആരാണ് നല്ല വ്യക്തമായിട്ട് പറഞ്ഞത്? ഹെർ സ്കൂൾ ടീച്ചർ മിസ് ഹോപ്കിൻസ്, ഹെർ ക്ലാസ്മേറ്റ് കേറ്റ്, ഹെർ ഫ്രണ്ട് ഓൾട്ടർനേറ്റ് പ്രകാശ് അങ്കിൾ. അപ്പൊ നമുക്കറിയാം പ്രകാശ് അങ്കിളാണ് അവളുടെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഒരു ഇമെയിൽ എഴുതാനാണ്. ആഫ്റ്റർ റിട്ടേണിംഗ് ടു ഫ്രാൻസ് ഓൾട്ടർനേറ്റ് മിസ്സസ് ഹെർ ഫ്രണ്ട് കുഞ്ഞിച്ചിരുത. അപ്പോൾ ഫ്രാൻസിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഓൾട്ടർനേറ്റീവിന് അവളുടെ ഫ്രണ്ട് കുഞ്ഞിച്ചിരുതയെ മിസ് ചെയ്യുന്നു. ഷീ ഡിസൈഡഡ് ടു സെൻഡ് ആൻ ഇമെയിൽ. അപ്പോൾ അവൾ എന്ത് തീരുമാനിച്ചു? ഒരു ഇമെയിൽ അയച്ചു കളയാമെന്ന് വിചാരിച്ചു. ഡിസ്ക്രൈബ്സ് ഹെർ ലൈഫ് ഇൻ ഫ്രാൻസ് ആൻഡ് എക്സ്പ്രസിംഗ് ഹെർ വിഷ് ടു മീറ്റ് കുഞ്ഞിച്ചിരുത അഗെയിൻ. അപ്പോൾ അവൾ വിചാരിച്ചു ഒന്ന് ഇവിടുത്തെ ഫ്രാൻസിലെ ലൈഫിനെ കുറിച്ചും അതേപോലെ തന്നെ കുഞ്ഞിച്ചിരുതയെ കാണാനുള്ള ആഗ്രഹം ഒന്ന് എക്സ്പ്രസ് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു മെയിൽ അയക്കാന്ന് വിചാരിച്ചു. ഡ്രാഫ്റ്റ് ദ ഇമെയിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇമെയിൽ അയക്കണം. ആർക്ക്? കുഞ്ഞിച്ചിരുതർക്ക്. ആന്റോണിറ്റാണ് അയക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കത്ത് എഴുതുമ്പോൾ, ലെറ്റർ എഴുതുമ്പോൾ ഫ്രമും ടു ആണ് നമ്മൾ എഴുതേണ്ടത്. ഇപ്പൊ എല്ലാവരും ഇമെയിൽ ആണല്ലോ അയക്കുന്നത്. അപ്പൊ നമ്മൾ ഫ്രം ആരാണ് അയക്കുന്നത്? ഓൺടണിറ്റ് ആണ് അയക്കുന്നത്. അപ്പൊ നമ്മൾ ഓൺടണിറ്റിന്റെ പേര് വെച്ചിട്ട് ഒരു ഇമെയിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ എഴുതാം. ഫ്രം ഒരു ഇമെയിൽ അഡ്രസ് എഴുതാം ടു കുഞ്ഞിച്ചിരുത. ആർക്കാണ് നമ്മൾ അയക്കുന്നത്? കുഞ്ഞിച്ചിരുതൊക്കെയാണ് നമ്മൾ അയക്കുന്നത്. പിന്നെ നമ്മൾ എഴുതേണ്ടത് ഫ്രം എഴുതി കഴിഞ്ഞു. ഫ്രം നമ്മൾ അയക്കുന്ന ആരാണോ അവര്. ഇവിടെ അയക്കുന്നത് ആരാണ്? ഓൺടണിറ്റ് ആണ്. പിന്നെ ടു നമ്മൾ കുഞ്ഞിച്ചിരുതൊക്കെയാണ് അയക്കാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ എഴുതേണ്ട കാര്യം എന്താണ്? സബ്ജക്റ്റ് ആണ്. എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? അത് ഓൾറെഡി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലേ. നമുക്ക് ടു എക്സ്പ്രസിംഗ് ഹെർ വിഷ് ടു മീറ്റ് കുഞ്ഞിച്ചിരുത എഗെയിൻ അല്ലേ, അതാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പം ഗ്രീറ്റിംഗ്സ് ഫ്രം ഫാൻസ് എന്നോ അല്ലെങ്കിൽ എക്സ്പ്രഷൻ ടു മീറ്റ് എഗെയിന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എന്താണ്? പ്രിയ സുഹൃത്തെ എന്നൊക്കെ അല്ലേ എഴുതുക. അപ്പൊ നമ്മൾ ഡിയർ കുഞ്ഞിച്ചിരുത അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട്, ഹൗ ആർ യു? നിനക്ക് സുഖമാണോ? ഐ റീച്ച്ഡ് ഫ്രാൻസ് സേഫ്ലി. ഞാൻ ഫ്രാൻസിൽ നല്ല സുരക്ഷിതമായിട്ട് എത്തി. ഐ റീച്ച്ഡ് ഫ്രാൻസ് സേഫ്ലി. ഐ മിസ് യു. എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നു. ആൻഡ് ഹൗ സ്കൂൾ ഡേയ്സ് ഇൻ ന്യൂ ജേഴ്സി. പോരാത്തതിന് നമ്മുടെ അവിടുത്തെ സ്കൂൾ ജീവിതവും മിസ് ചെയ്യുന്നു. താങ്ക് യു ഫോർ ബീയിങ് സച്ച് എ ഗുഡ് ഫ്രണ്ട്. നീ നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു. ഐ എൻജോയ്ഡ് വിസിറ്റിംഗ് യുവർ ഹോം ആൻഡ് ലേണിംഗ് അബൌട്ട് കേരള. ഞാൻ നിന്റെ വീട് വിസിറ്റ് ചെയ്തതും അതേപോലെ തന്നെ കേരളയെ കുറിച്ച് അറിഞ്ഞതും ഒക്കെ എനിക്ക് വളരെയധികം എൻജോയ് ചെയ്തു. ലൈഫ് ഹിയർ ഈസ് ഗുഡ്. ഇവിടുത്തെ ലൈഫൊക്കെ ലൈഫ് ഈസ് ഹിയർ ഗുഡാണ്, നല്ലതാണ്. ബട്ട് ഐ ഓഫൺ തിങ്ക് അബൌട്ട് അവർ ഹാപ്പി മൊമെന്റ്സ് ടുഗദർ. എന്നിരുന്നാലും നമ്മൾ തമ്മിലുള്ള ഹാപ്പി മൊമെന്റ്സ്, സന്തോഷമുള്ള ആ മൊമെന്റ്സ് ഒക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കും. പ്ലീസ് കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ പാരൻസ്. നിന്റെ പാരൻസിനോട് എൻ്റെ അന്വേഷണം പറയണേ. വിത്ത് ലവ് ഓൺടണിറ്റ്. അപ്പൊ നമ്മൾ ഒരു ലെറ്റർ എഴുതുമ്പോൾ ജസ്റ്റ് നമുക്കിനി മാറ്റർ അറിഞ്ഞില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇമെയിൽ എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഫ്രം എഴുതണം. പിന്നെ നമ്മൾ ടു എഴുതാം. ഫ്രം എഴുതിയിട്ട് ഇമെയിൽ എഴുതണം. ടു എഴുതിയിട്ട് ഇമെയിൽ എഴുതണം. പിന്നെ നമ്മൾ എഴുതേണ്ടത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സബ്ജക്റ്റ് എന്തെങ്കിലുമൊക്കെ എഴുതാം. പിന്നെ നമ്മൾ എഴുതേണ്ടത് 2 ലൈൻ വെച്ചിട്ട് ഡിയർ കുഞ്ഞിച്ചിരുതാന്നോ ആർക്കാണോ കത്ത് എഴുതേണ്ടത് എഴുതാം. പിന്നെ അവരുടെ വിശേഷം ചോദിക്കുക. പിന്നെ ലാസ്റ്റ് താങ്കിങ് യു എന്ന് പറഞ്ഞിട്ട് വിത്ത് ലവ് പിന്നെ ആരാണോ അയക്കുന്നത് ആളുടെ പേര് എഴുതുക. ഇങ്ങനെയാണ് നമ്മളൊരു ലെറ്റർ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് മാറ്റർ അറിഞ്ഞില്ലെങ്കിലും ഈ ലെറ്ററിന്റെ ഒരു ഫോം നമ്മൾ അവിടെ എഴുതിയിരിക്കണം. അപ്പൊ മിസ്സിന് വിചാരിക്കുക എന്തെങ്കിലും നമ്മൾ അറ്റംപ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും മാർക്ക് തരാതിരിക്കില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇമെയിലൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രമും ടൂവും ഒക്കെ ഇമെയിലൊക്കെ അഡ്രസ്സ് എഴുതി ഒരു സബ്ജക്റ്റ് ഒക്കെ എഴുതി പിന്നെ സല്യൂട്ടേഷനൊക്കെ കൊടുത്ത് പിന്നെ അതിനൊരു ലാസ്റ്റ് വിത്ത് ലവ് ഒക്കെ കൊടുത്ത് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാർക്കെങ്കിലും കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമുക്കൊരു ചാറ്റ് എഴുതാനാണ്, ഒരു കോൺവെർസേഷൻ. ഓക്കെ, കോൺവെർസേഷൻ എന്താണ്? കുഞ്ഞിച്ചിരുത ഈസ് എക്സൈറ്റഡ് ആഫ്റ്റർ മീറ്റിംഗ് പ്രകാശ് ഹു പ്രൊനൗൺസ്ഡ് ഹെർ നെയിം കറക്റ്റ്ലി.
She chats with her mother about the experience. Prepare the chat. അപ്പോൾ കുഞ്ഞി ചെറുത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണ്, പ്രകാശ് അങ്കിളിനെ മീറ്റ് ചെയ്തു. പ്രകാശ് അങ്കിൾ ഫസ്റ്റ് ടൈം കുടുംബത്തിന് ഫാമിലിക്ക് പുറത്ത് ആദ്യമായിട്ട് ഒരു പേര് കുഞ്ഞി ചിരുതാന്ന് കറക്റ്റ് പറയാണ്. അപ്പൊ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പൊ അവൾ വീട്ടിൽ തിരിച്ചെത്തി അമ്മയോട് പറയുകയാണ്, ആ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാണ്. അപ്പൊ ആ ഒരു കോൺവെർസേഷൻ, അതായത് അമ്മയും കുഞ്ഞിച്ചിരുതയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് ഇവിടെ എഴുതേണ്ടത്. ഹായ് അമ്മ, അല്ലെങ്കിൽ എന്തെങ്കിലും പേരോ അല്ലെങ്കിൽ ഹായ് അമ്മ എന്ന് എഴുതാം. എഡിറ്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഹായ് അമ്മ, ഐ മെറ്റ് എ മലയാളി അങ്കിൾ ടുഡേ. ഞാൻ ഇന്നൊരു മലയാളി അങ്കിളിനെ കണ്ടു. ഐ മെറ്റ് എ മലയാളി അങ്കിൾ. അപ്പൊ അമ്മ ചോദിക്കാണ്, റിയലി ഹൗ വാസ് ഇറ്റ്? എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ കുഞ്ഞിച്ചീത പറയാണ്, ഈസ് നെയിം ഈസ് പ്രകാശ്. അവരുടെ പേര് പ്രകാശ് എന്നായിരുന്നു. ഈ പ്രൊനൗൺസ്ഡ് മൈ നെയിം കറക്റ്റ്ലി. അദ്ദേഹം എൻ്റെ പേര് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഹി പ്രൊനൗൺസ്ഡ് മൈ നെയിം കറക്റ്റ്ലി. അപ്പൊ അമ്മ എന്ത് പറയുന്നു? ദാറ്റ്സ് വണ്ടർഫുൾ. അമ്മ പറയാണ്, ദാറ്റ്സ് വണ്ടർഫുൾ. അതൊരു വണ്ടർഫുൾ ആണ്, അതൊരു അത്ഭുതം തന്നെ. പിന്നെ കുഞ്ഞിച്ചിരുത പറയാണ്, യെസ് ഐ ഫെൽറ്റ് വെരി ഹാപ്പി ബിക്കോസ് മോസ്റ്റ് പീപ്പിൾ ഹിയർ കനോട്ട് സേ മൈ നെയിം പ്രോപ്പർലി. അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം എന്താണ്, ഇവിടെ ഉള്ള ആളുകളൊന്നും എൻ്റെ പേര് പ്രോപ്പർലി പറയാറില്ല, കനോട്ട് സേ മൈ നെയിം പ്രോപ്പർലി. അപ്പൊ അമ്മ പറയാണ്, ഹി മസ്റ്റ് ഹാവ് റിമൈൻഡഡ് യു ഓഫ് കേരള. അപ്പൊ നിങ്ങൾക്ക് കേരള പറ്റി ഓർമ്മയുണ്ട് വന്നു കാണുമല്ലേ? കുഞ്ഞിച്ചിരുത അപ്പൊ പറയാം, യെസ് ഹി ഡിഡ്. സ്പീക്കിംഗ് മലയാളം വിത്ത് ഹിം മെയ്ഡ് മീ ഫീൽ അറ്റ് ഹോം. അദ്ദേഹവുമായി മലയാളം സംസാരിച്ചപ്പോൾ ഞാൻ വീട്ടിലാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഒരു തോട്ട് എഴുതാനാണ്. ഓക്കെ, മെനി പീപ്പിൾ ഇൻ ന്യൂ ജേഴ്സി ഫൈൻഡ്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പ്രൊനൗൺസ് കുഞ്ഞിച്ചിരുദാസ് നെയിം കറക്റ്റ്ലി. ഇമാജിൻ ഹെർ തോട്ട്സ് വെൻ സമ്മൺ ഫൈനലി പ്രൊനൗൺസസ് ഇറ്റ് പെർഫെക്റ്റ്ലി. റൈറ്റ് ദ തോട്ട്സ്. അപ്പൊ ന്യൂ ജേഴ്സിയിലുള്ള എല്ലാവർക്കും ഇവളുടെ പേര്, കുഞ്ഞിച്ചിരുതയുടെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് വിഷമം ഉണ്ടായി. അപ്പൊ അവളുടെ ആദ്യമായിട്ട് അവളുടെ പേര് ഒരാൾ പ്രൊനൗൺസ് ചെയ്യാണ്. അപ്പൊ അവളുടെ തോട്ട്സ് എഴുതാനാണ്. ഓക്കെ, ഓ ഹി പ്രൊനൗൺസ്ഡ് മൈ നെയിം കറക്റ്റ്ലി. അദ്ദേഹം എൻ്റെ പേര് പ്രൊനൗൺസ് ചെയ്തു. ഐ ആം സോ ഹാപ്പി. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മോസ്റ്റ് പീപ്പിൾ ഹിയർ ഫൈൻഡ് മൈ നെയിം ഡിഫിക്കൽട്ട് ടു സേ. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ എൻ്റെ പേര് പറയാൻ കുറച്ച് വിഷമാണ്. മോസ്റ്റ് പീപ്പിൾ ഹിയർ ഫൈൻഡ് മൈ നെയിം ഡിഫിക്കൽട്ട് ടു സേ. മൈ നെയിം ഈസ് സ്പെഷ്യൽ ബിക്കോസ് ഇറ്റ് ബിലോങ് ടു മൈ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. എൻ്റെ പേരാണെന്ന് കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ. കാരണം എന്താണ്, ഇറ്റ് ബിലോങ് ടു മൈ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. എൻ്റെ മുതുമുത്തശ്ശിയുടെ പേരാണല്ലോ എനിക്ക് ഇട്ടത്. വെൻ സമ്മൺ സേസ് ഇറ്റ് കറക്റ്റ്ലി. പക്ഷേ അത് ആരെങ്കിലും കറക്റ്റ് ആയിട്ട് പറയുമ്പോൾ ഐ ഫീൽ റെസ്പെക്റ്റഡ് ആൻഡ് അണ്ടർസ്റ്റുഡ്. എനിക്ക് വളരെയധികം ബഹുമാനം, എന്തോ എന്നെ എല്ലാവരും മനസ്സിലാക്കിയ പോലെയൊക്കെ എനിക്ക് തോന്നും. ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് മൈ ഫാമിലി ആൻഡ് കേരള. അങ്ങനെ കേൾക്കുമ്പോൾ എൻ്റെ പേര് ഇങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ എനിക്ക് എൻ്റെ കുടുംബവും എൻ്റെ കേരളയും ഒക്കെ എനിക്ക് ഓർമ്മ വരും. പ്രകാശ് അങ്കിൾ അണ്ടർസ്റ്റാൻഡ്സ് മൈ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. മീറ്റിംഗ് ഹിം മേക്സ് മീ ഫീൽ ലെസ് ലോൺലി ഇൻ ദിസ് ന്യൂ കൺട്രി. അപ്പോൾ അദ്ദേഹത്തെ കണ്ടുമുട്ടിയത് എനിക്ക് വളരെയധികം സന്തോഷമായി. ഞാനിവിടെ ഒരു ലോൺലി ഫീലിംഗ് ഒന്നും എനിക്ക് തോന്നില്ല. വാട്ട് എ വണ്ടർഫുൾ ഡേ. നല്ലൊരു ദിവസമായിരുന്നു എന്നൊക്കെ അവൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് എന്താണ്, ഒരു ലെറ്റർ ആണ്. കുഞ്ഞിച്ചിരുത റൈറ്റ്സ് എ ലെറ്റർ ടു ഹെർ ഗ്രാൻഡ് മദർ ഇൻ കേരള ഡിസ്ക്രൈബിംഗ് ഹെർ സ്കൂൾ ലൈഫ്, ഫ്രണ്ട്സ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് ആൻഡ് ഹെർ എക്സ്പീരിയൻസ് ഇൻ ന്യൂ ജേഴ്സി. ഡ്രാഫ്റ്റ് ദ ലെറ്റർ. അപ്പോൾ കുഞ്ഞിച്ചിരുത അവളുടെ ഗ്രാൻഡ് മദർ കേരളയിലാണല്ലോ, കേരളയിലുള്ള ഗ്രാൻഡ് മദറിന് ഒരു ലെറ്റർ എഴുതാണ്. അതിൽ ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള അവളുടെ ഫ്രണ്ട്സിനെ പറ്റിയിട്ടൊക്കെ പറയാണ്. അപ്പോൾ ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിച്ചിരുത, ഇത് സാധാരണ ഒരു ലെറ്റർ ആണ്, ഇമെയിൽ അല്ല. ഓക്കെ, അപ്പോൾ കുഞ്ഞിച്ചിരുത ന്യൂ ജേഴ്സി USA. പിന്നെ നമ്മൾ ഡേറ്റ് എഴുതുക. പിന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഡിയർ ഗ്രാൻഡ് മദർ, how are you? And how are you? I am here in New Jersey. My school is very interesting. Students from many countries study with me. പല കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസ് എൻ്റെ കൂടെ പഠിക്കുന്നുണ്ട്. I have made a good friend name Antoinette. എനിക്കൊരു നല്ലൊരു ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ടിൻ്റെ പേരാണ് ഓൺറ്റോണിറ്റ്. ഫ്രാൻസിൽ നിന്നാണ് അവളുള്ളത്.
പിന്നെന്താണ്, റീസെന്റ് ഐ മെറ്റ് പ്രകാശ് അങ്കിൾ. ഞാൻ ഇപ്പോൾ അടുത്ത് പ്രകാശ് അങ്കിളിനെ മീറ്റ് ചെയ്തു. ഹു സ്പീക്സ് മലയാളം. അദ്ദേഹം മലയാളം പറയുന്നു. ഇറ്റ് മെയ്ഡ് മീ ഫീൽ അറ്റ് ഹോം. അത് എനിക്ക് വീട്ടിൽ പോയ പോലെ തോന്നി. ദ വെദർ ഹിയർ ഈസ് ഡിഫറെന്റ് ഫ്രം കേരള. ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ കേരളത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ദോ ഐ മിസ് ഓൾ ഓഫ് യു. എനിക്ക് നിങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഐ ആം എൻജോയിങ് മൈ ന്യൂ ലൈഫ് ആൻഡ് ലേണിംഗ് മെനി ന്യൂ തിങ്സ്. ഞാൻ ഈ പുതിയ ലൈഫ് എൻജോയ് ചെയ്യാണ്, അതേപോലെ തന്നെ പല നല്ല കാര്യങ്ങളും പുതിയ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. കൺവേ മൈ റിഗാർഡ്സ് ടു എവ്രി വൺ അറ്റ് ഹോം. വീട്ടിലുള്ള എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയാ. വിത്ത് ലവ്, കുഞ്ഞിച്ചിരുത. ഓക്കെ, അപ്പൊ നമ്മൾ 2 ലെറ്റേഴ്സ് എന്ന് പറഞ്ഞു, ഒന്ന് സാധാ ലെറ്ററും ഒന്ന് ഇമെയിലും ആണ്. ഇമെയിൽ എഴുതുമ്പോൾ ഉള്ള ഫോർമാറ്റ് നമ്മൾ പറഞ്ഞു, ഫ്രമും ടു ഒക്കെ നമ്മൾ ഇമെയിൽ അഡ്രസ്, പിന്നെ നമ്മൾ സബ്ജക്റ്റ് എഴുതുക. ഓക്കെ, ഇവിടെ നമ്മൾ അഡ്രസ്സ് എഴുതിയാൽ മതി. ഡിയർ ഗ്രാൻഡ് മദർ, ഹൗ ആർ യു? ഐ ആം ഫൈൻ ഹിയർ ന്യൂ ജേഴ്സി. അത് നമ്മൾ സാധാരണ എന്തെല്ലാം സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഒരു ലെറ്റർ എഴുതാൻ വന്നാലൊക്കെ നമ്മൾ എഴുതണം. ഇനി അടുത്തത് കുഞ്ഞിച്ചിരുത ആൻഡ് ഓൾട്ടർനേറ്റീവ് ഡിസ്കസ് ഹൗ പീപ്പിൾ ഓഫൺ മിസ്പ്രൊനൗൺസ് their name. They also talk about the importance of respecting different languages and cultures. Prepare conversation. നെക്സ്റ്റ് രണ്ടാമത്തെ കോൺവെർസേഷൻ ആണ് നമ്മൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി 2 ലെറ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ ആന്റോണിറ്റയും കുഞ്ഞിച്ചിരുതയും തിക് ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവരുടെ ആന്റോണിറ്റിന്റെ പേര് എല്ലാവരും മിസ്പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ അതിനെ പറ്റി സംസാരിക്കുകയാണ്. ഓക്കെ, കുഞ്ഞിച്ചിരുത, മെനി പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പ്രൊനൗൺസ് മൈ നെയിം. എല്ലാവർക്കും എൻ്റെ പേരൊക്കെ പ്രൊനൗൺസ് ചെയ്യാൻ വിഷമമുണ്ട്. ആന്റോണി, ദ സെയിം ഹാപ്പൻസ് വിത്ത് മൈ നെയിം ടു. എൻ്റെ പേരും അങ്ങനെ തന്നെ. ഉണ്ണിച്ചിത്, ഐ ഫീൽ ഹാപ്പി വെൻ സമൺ സീസ് ഇറ്റ് കേരള. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആരെങ്കിലും എൻ്റെ പേര് നല്ലതായിട്ട് പറയുമ്പം നല്ലോണം പ്രൊനൗൺസ് ചെയ്യും. യെസ്, ഇറ്റ് ഷോസ് റെസ്പെക്ട് ഫോർ അവർ ഐഡന്റിറ്റി. അത് നമുക്കൊരു റെസ്പെക്ട് തോന്നും, നമ്മുടെ ഐഡന്റിറ്റി റെസ്പെക്ട് ചെയ്യുന്ന പോലെ തോന്നും. അപ്പൊ കുഞ്ഞിച്ചിത പറയാം, എവറി നെയിം ഹാസ് സ്പെഷ്യൽ മീനിങ് ആൻഡ് ഹിസ്റ്ററി. ഓരോ പേരിന് അതിൻ്റെതായിട്ടുള്ള മീനിങ്ങും അതേപോലെ ഹിസ്റ്ററിയും ഒക്കെ ഉണ്ട്. That's true. We should respect all language and cultures. When you say that learning about different cultures is interesting, and yes, it helps us become better friends. അങ്ങനെ അവർ തമ്മിൽ കുറെ കാര്യങ്ങൾ പറയാണ്. ഓക്കെ, നമ്മളപ്പോൾ ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മാത്സിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും ഒക്കെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും കാണുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.